കണ്ടിട്ടും മതിയാവാത്തത്ര രസമുള്ള കാഴ്ചകളാണ്. നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത് കേരള ടു ഡൽഹി ടു കശ്മീർ ആക്ച്വലി നമുക്കെല്ലാം ഏറ്റവും ആഗ്രഹമുള്ള ഒരു സ്ഥലമാണെങ്കിലും ഇപ്പോ ഈ ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് നോക്കാം എന്താവുന്ന്. ഒരു വലിയ മുതലായി ആസ്വദിച്ച് മതിയാവുന്നില്ല. പാട് കേൾക്കാൻ നോക്കട്ടെ. ഡൽഹിയിൽ വന്നിട്ട് നമുക്ക് കാണിച്ചിട്ടേ. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇൻഷാല്ലാ ഒരു 4:30-4:50 എന്താണ് ട്രെയിൻ ടൈമിംഗ്. എക്സ്പെരിമെന്റ് ആണ് ആക്ച്വലി. ഇത്രയും നല്ലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ അത് നമുക്കൊന്ന് ഡോക്യുമെന്റ് ചെയ്യുന്നതും പിന്നീട് നമുക്ക് ഇത് കാണാനാണെങ്കിലും ഒക്കെ ഡയറി എഴുതുന്ന പോലെ തന്നെ ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നു. അപ്പൊ ഇൻഷാല്ലാ പറ്റുന്ന പോലെ നമ്മൾ എല്ലാ ദിവസത്തെയും ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ട്രിപ്പ് പോകുന്നത് എൻ്റെ ഫാമിലിയും എൻ്റെ ഇക്കാക്കയുടെ ഫാമിലിയും ഒരുമിച്ചാണ്. ഇക്കാക്ക മീൻസ് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ. അപ്പോൾ ഒരു ടീം മലപ്പുറത്തുനിന്നും ഒരു ടീം എറണാകുളത്തുനിന്നും ഷൊർണൂർ വന്ന് നമ്മൾ ഷൊർണൂർ വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ 4:50 ആയപ്പോഴേക്കും നമ്മൾ ട്രെയിൻ എത്തി. നമ്മൾ ആദ്യമായിട്ടാണ് എല്ലാവരുമായിട്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കൂടുതൽ. പിന്നെ ട്രെയിനിൽ എല്ലാവരും ഒരുമിച്ച് ഒരു കമ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ വൈബ് വേറെ തന്നെയല്ലേ. ഇക്കാക്ക ട്രിപ്പിലില്ല കേട്ടോ, പാവം അബ്രോഡാണ്. അപ്പം ഞാൻ ഇക്കാക്കയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരുമിച്ച് ഒരു ലോങ് ട്രിപ്പ് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോഴാണ് അതിന് പറ്റിയൊരു സിറ്റുവേഷൻ വന്നത്. അൽഹംദുലില്ലാഹ്. കുഞ്ഞുസില്ലേ ലുഡോക്ക്? അതെന്താ ലുഡോ ഇല്ല? അല്ല നീ നമുക്കത് ഫിനിഷ് ചെയ്യാം കേട്ടോ. കുട്ടികളുണ്ട് കളിക്കാൻ. നമ്മൾ കയറിപ്പോൾ തുടങ്ങിയ കളിയാണ് കേട്ടോ. അവസാനം സീറ്റിൻ്റെ സൈഡിൽ കൂടി പോകുന്നവരൊക്കെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇതിനൊരു അവസാനം ഇല്ലേ എന്നുള്ള രീതിക്ക്. നമ്മളുടെ ലഗേജിൻ്റെ പകുതിയും ഫുഡ് ആയതുകൊണ്ട് ഫുഡിനൊരു ക്ഷമ ഉണ്ടായിരുന്നില്ല. ഫുഡൊക്കെ നമ്മൾ ലാവിഷായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അങ്ങനെ നമ്മളൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ചെന്നൈയിലെത്തി. നമ്മളുടെ 7 ആൾക്കാരെ 2 ആഴ്ചത്തേക്കുള്ള ലഗേജസ് ആണ് കേട്ടോ ഈ കാണുന്നത്. കശ്മീർ വരെ പോകാനുള്ളതിൽ ഓർത്തിട്ട് ലഗേജസിനൊന്നും ഒരു കുറവ് വരുത്തി. അപ്പോൾ നമ്മളെ മറീന ബീച്ച് എത്തിയിരിക്കുന്നു. നമ്മൾക്ക് ചെന്നൈയിൽ ഒരു 5 hours ലേ ഓവർ ഉള്ളത് കൊണ്ട് ഒന്ന് മറീന ബീച്ചൊക്കെ കാണാമെന്ന് വിചാരിച്ചു. മറീന ബീച്ചിന്റെ സ്പെഷ്യാലിറ്റി എന്താ? സ്പെഷ്യാലിറ്റി എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഓ എന്താ വെയില്. ഡൽഹിയിലെ വെയിലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ പോലെയായിരുന്നു മറീന ബീച്ചിലെ വെയില്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ ടോപ്പ് റൂം കണ്ടിട്ട് പാപം ബോബോ നോക്കിക്ക. സോ ദിസ് ഈസ് മൈ ഫാദർ ഇൻ ലോ ആൻഡ് ദിസ് ഈസ് മൈ അബി, അതായത് എൻ്റെ ഫാദർ. ഈ ബീച്ച് വളരെ മനോഹരമാണ്. പിന്നെ എന്താണ്, ഞങ്ങൾ കരുണാനിധിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുണ്ട് ഏതായാലും അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എക്സൈറ്റഡ് ആണോ നിങ്ങൾ? മറീന ബീച്ചിൽ വന്നാൽ ആഗ്രേ താജ്മഹലിന്റെ അടുത്ത് പോയ അതേ ആഗ്രഹിക്ക് പോകേണ്ട ആവശ്യമില്ല. എന്ത് ഭംഗിയാലേ ഈ ആകാശം കാണാൻ. നമ്മൾ കുറേ നേരം നോക്കി നിട്ടോ. അപ്പം ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയായിരുന്നു ആ താഴെ കരടിയും മുകളിലും മുതലയും. കരടി മുതലിനെ തൊടുന്ന പോലെ ഇല്ലേന്ന്. ആലോചിച്ചപ്പോൾ ശരിയാണല്ലേ. ആ ആകാശം നോക്കുക, ഇപ്പം എങ്ങനെയായേ, ഒരു വലിയ മുതലായി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം മറീന ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. ലേ ഓവർ ഒരു 5 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞ് നൈറ്റ് ഒരു 9:45-50 ടൈമിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. നെക്സ്റ്റ് ഡേ 24 hours നമ്മൾ ട്രെയിനിലായിരിക്കും കേട്ടോ. ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ ഒരു വെയിറ്റിംഗ് ഹാളിൽ പോയി നന്നായിട്ടൊന്ന് ഫ്രഷ് ആയി എല്ലാവരും. ഫുഡൊക്കെ കഴിച്ചു. നാളെ 24 hours ഈ ട്രെയിനിലായിരിക്കും. ഇന്ന് ഏർലി മോർണിംഗ് ആണ് നമ്മൾ ആഗ്രയിൽ എത്തുന്നുണ്ടാവുക. അപ്പോൾ ഇനിയാണ് നമ്മുടെ ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻസ് കാണാൻ വേണ്ടി പോവാണ്. സോറി അങ്ങനെയല്ല, കുറേ നടക്കലും പിന്നെ ഇഷ്ടമായി. യാത്ര അടിപൊളിയായിരുന്നു. ഗെയിംസൊക്കെ കളിച്ചു. ഞാൻ ഫോൺ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എന്നെ എണീപ്പിക്കാനായിട്ട് ഒരാൾ മുകളിൽ കയറി വന്നിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ 16 years ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഷീ ഈസ് മോർ ലൈക്ക് മൈ ഓൺ ഡോട്ടർ ആക്ച്വലി. കുഞ്ഞോ നീ പൊക്കോ, ഞാൻ വരാം. ഇതിപ്പോ വരാം, നീ താഴേക്ക് പോ. എല്ലാവരും നമ്മുടെ ഫേസും നല്ല സിമിലാരിറ്റീസ് ഉണ്ടെന്ന് പറയാറുണ്ട്.
പലരും ചോദിക്കാറുണ്ട് എൻ്റെ മോളാണോ എന്ന്. കുഞ്ഞാ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ എല്ലാവരും അവളുടെ ഒപ്പം എഴുന്നേറ്റ് അവളുടെ ഒപ്പം ഗെയിംസൊക്കെ കളിച്ച് ചില്ലായി ആക്റ്റീവായിട്ടിരിക്കണം. ഇപ്പം നമ്മളുടെ പാക്കേജ് ടീമായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ. നമ്മളുടെ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ നമ്മൾ കാശ്മീർക്ക് പ്ലാൻ ചെയ്ത ട്രിപ്പ് എന്തായാലും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് കയറിയിട്ട് നമ്മൾ പാക്ക് ചെയ്തെടുത്ത ഫുഡല്ലാതെ പുറത്തുനിന്ന് മാക്സിമം ഫുഡ് അവോയ്ഡ് ചെയ്യാണ് ചെയ്തത്, വയറൊന്നും കേടാക്കണ്ട വിചാരിച്ചിട്ട്. പക്ഷേ ഈ ലെമൺ റൈസ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ചെന്നൈ വരെയുള്ള ട്രെയിനിൽ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു കേട്ടോ ഈ ട്രെയിൻ. ആർക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു? എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഉണ്ടല്ലോ, കിടക്കാൻ നേരത്ത് ഒരാൾ കയറി വരും. ആരാണ്? ഞങ്ങൾ രണ്ടുപേരാണ് എപ്പോഴും കിടക്കുന്നത്. അവിടെ എനിക്ക് പുറം ഫുള്ള് വേദനയാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു ബേബു? അടിപൊളിയായിരുന്നോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ താജ്മഹലൊക്കെ കാണാൻ പോകുന്ന എന്തുണ്ട്? എന്നാ പൊതിച്ച് കിടന്നു. ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫൈനലി നമ്മൾ ആഗ്ര എത്തി. ഒരു 3:30 ആയപ്പോഴേക്കും നമ്മൾ ആഗ്ര എത്തിയിരുന്നു. പിന്നെ ലഗേജൊക്കെ ആയിട്ട് കുറച്ച് ടാസ്ക് ആണ് ആക്ച്വലി. നമുക്ക് അത്യാവശ്യം നല്ല ലഗേജസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മളുടെ പാക്കേജ് ടീമിൻ്റെ ബസ്സിൽ ആണ്. പാക്കേജ് ആയതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, എല്ലാം സ്മൂത്തായിട്ട് അവർ തന്നെ ഹാൻഡിൽ ചെയ്തോളും. പാക്കേജിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ വരുന്ന വ്ളോഗ്സിൽ പറയാം കേട്ടോ. ഒരു 2 days ലോങ് ട്രെയിൻ ജേർണി കഴിഞ്ഞതിൻ്റെ ക്ഷീണം എല്ലാവരുടെ മുഖത്തും കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാശ്മീർക്ക് പ്ലാൻ ചെയ്തിരുന്ന നമ്മളുടെ ട്രിപ്പ് കുളു മണാലിയിലേക്ക് മാറ്റിയിരുന്നു. നമ്മൾ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ എന്തായാലും കാശ്മീർക്ക് പോകുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഹോട്ടലെത്തി ചെക്ക് ഇൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആഗ്രയിൽ വന്നു, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഇന്നാണ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ താജ്മഹൽ. എക്സൈറ്റഡ് ആണോ? ആക്ച്വലി എൻ്റെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. പക്ഷേ താജ്മഹൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ റെഡി ആയിട്ടൊക്കെ നമ്മളെല്ലാവരും ഇരിക്കുകയാണ്. മീൻസ് അവളുടെ ബുക്സിലൊക്കെ പഠിച്ച കാര്യങ്ങൾ നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ആക്ച്വലി ഞാനും. നമ്മളിങ്ങനെ കുറേ ചരിത്രങ്ങളിൽ പഠിച്ചും ഫോട്ടോസ് കണ്ടും പിന്നെ താജ്മഹൽ ഓൾറെഡി പോയവരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ട് നമ്മൾ നേരിട്ട് കാണാൻ പോകുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ. ഇവരെല്ലാവരും നമ്മളുടെ ടൂർ പാക്കേജിലെ ഫെലോ ട്രാവലേഴ്സാണ് കേട്ടോ. കുറേ പേരെ നമ്മൾ ട്രെയിനിൽ വെച്ച് തന്നെ പരിചയപ്പെട്ടിരുന്നു. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മളെ താജ്മഹൽ കാണാൻ പോവാണ് ഗൈസ്. ആദ്യമായിട്ട് നമ്മൾ പോകുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, ഒരു പ്രത്യേക രസം. താജ്മഹലിലേക്ക് ഇനിയും ഒരു 1 kilometer നടക്കാനുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗോൾഫ് കാർട്ടില്ലേ, ഇതിലാണ് അപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളെ താജ്മഹലിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകും. ഈ ഗോൾഫ് കാർട്ടിലുള്ളത് മൊത്തം നമ്മളുടെ ടീമാണ് കേട്ടോ പാക്കേജിൽ. ഇനി താജ്മഹലിൻ്റെ കുറച്ച് പെക്യുലാരിറ്റീസ് പറയട്ടെ. 20 വർഷത്തിന് മുകളിൽ എടുത്തിട്ടാണ് താജ്മഹൽ പണിയുന്നത്. ഓവർ 20,000 വർക്കേഴ്സും ഉണ്ടായിരുന്നു. താജ്മഹൽ പണിതപ്പോൾ മാർബിൾ വർക്ക്സിൽ ഡയമണ്ട്സും റൂബീസും പേൾസൊക്കെ വെച്ചിട്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ അതൊക്കെ എടുത്തിട്ട് പോയി. താജ്മഹൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ അതും എടുത്തിട്ട് പോയാന്. അത് സത്യമാണ്. താജ്മഹലിലേക്ക് കയറാനായിട്ട് ക്യൂ നിൽക്കേണ്ട ഏരിയ ആണിത്. നമുക്ക് ആദ്യം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പതുക്കെ താജ്മഹലിലേക്ക് പോവാം. വലിയ കാര്യത്തിന് ചാടി കയറിപ്പെട്ട ശശികളായിരിക്കുന്നു സ്ഥലമല്ല. ഓ അല്ല, ഇതിൻ്റെ ഉള്ളിൽ ഹോട്ടലുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചെരുപ്പും സംഭവങ്ങളൊക്കെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒരു ഏരിയ ഉണ്ട്. ഫുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. ഇനി നമ്മൾ താജ്മഹലിലേക്ക് കയറാനുള്ള ക്യൂവിൽ നിൽക്കാം. ഇവിടെ ടിക്കറ്റ് എടുക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർ നമുക്കൊരു ടോക്കൺ തരും, അത് വെച്ചിട്ട് വേണം. എക്സൈറ്റഡ് ആണോ അമ്മ? ടൂ മച്ച് എക്സൈറ്റ്മെന്റ് അല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എല്ലാവരോടും എക്സൈറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നത്. എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരുന്നു. അപ്പം അത്രയും തന്നെ എല്ലാവർക്കും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഉമ്മയും കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവർ കട്ട ചങ്സാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ താജ്മഹൽ കാണും. ഈ താജ്മഹൽ കാണാൻ പോകുന്നതിന് ഇത്രയും ബിൽഡപ്പ് കൊടുക്കുന്ന ആദ്യത്തെ ആൾ ഞാനാണോ? എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ ഓരോ ബിൽഡിങ്സിൻ്റെയും ആർക്കിടെക്ചർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മൾക്കൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു കണക്ഷനൊക്കെ ഫീൽ ചെയ്യുന്ന. താജ്മഹലിൻ്റെ ചെറിയൊരു ഗ്ലിംസ് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടത്. താജ്മഹൽ ജസ്റ്റ്
ഒരു ഗ്ലിംസ് കണ്ടു തുടങ്ങി താജ്മഹൽ. ഇതൊക്കെ ഈ ഒരു മൊമെൻറ്റില്ലേ, അത് നമ്മൾ ഫോട്ടോസ് കണ്ടും കുറേ പറഞ്ഞു കേട്ടും മാത്രം അറിയുന്ന ഒരു കാര്യം, അതിപ്പോൾ താജ്മഹൽ എന്നല്ല ഏതൊരു സംഭവമാണെങ്കിലും കുറേ കേട്ടുപരിചയം മാത്രമുള്ളൊരു കാര്യം നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. താജ്മഹൽ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വളർന്നതല്ലേ, അപ്പോൾ അതിനുള്ള എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ താജ്മഹലിലേക്കുള്ള മെയിൻ എൻട്രൻസ്. ഇത് ഭംഗിയാലേ, ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. നീ കാര്യമായിട്ട് കുഞ്ഞാവക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. കാണാൻ സെറ്റല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? കാണുമ്പോഴൊരു ഇതല്ലേ. ഇനിയാണ് നമ്മൾ ഓരോ ഡീറ്റെയിൽസ് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. താജ്മഹലിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ക്യൂ നിൽക്കുന്നവരാണ് പോയി കാണുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് വലിയ തിരക്കില്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ നടന്നു. താജ്മഹലിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല കേട്ടോ. അതുപോലെ തന്നെ താജ്മഹലിൻ്റെ കോമ്പൗണ്ടിലേക്ക് സെൽഫി സ്റ്റിക്കോ ട്രൈപോഡ്സോ ഒന്നും അലൗഡ് അല്ല. നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ചെരുപ്പിൻ്റെ മുകളിൽ ഇടാനായിട്ട് അവർ സോക്സ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഉള്ളിൽ കയറുമ്പോൾ ചെളിയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരെയും കാലിൽ റെഡ് കളർ സംഭവം കണ്ടോ? അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നെടുത്ത ഫോട്ടോസിലൊക്കെ നമ്മുടെ കാലുകൾ നല്ല കോമഡിയാണ്. നമ്മൾ ഫോട്ടോ എടുത്തപ്പോൾ അത് ആലോചിച്ചില്ല. നമ്മളിങ്ങനെ നോക്കിയപ്പോൾ അബി ഇങ്ങനെ പറയായിരുന്നു ആ ചെരിവുകൾ ശ്രദ്ധിച്ചോന്ന്. 4 മിനാരങ്ങൾക്കും പുറത്തേക്കൊരു ചെരിവുണ്ട്. അപ്പോൾ അത് ശരിക്കും കേസ് ആ വലിയ മിനാരങ്ങൾ വീഴാണെങ്കിൽ താജ്മഹലിലേക്ക് വീഴാതെ പുറത്തേക്ക് വീഴാൻ വേണ്ടിയിട്ട് അങ്ങനെ പണിതത് അത്രേ. നമ്മളങ്ങനെ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറി കണ്ടു. പക്ഷേ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ താജ്മഹലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരാണ് എല്ലാവരും. ആസ്വദിച്ച് മതിയാവുന്നില്ലേ ഗൈസ്? ആ മിനാരത്തിന്റെ നല്ല രസല്ലേ? ഒറിജിനൽ ഇത് മാർബിളിൽ തന്നെ. ഇതൊക്കെ അല്ലല്ല മാർബിൾ മാർക്ക്. ഉമ്മി ബൈ പ്രൊഫഷൻ കോർട്ട് എംപ്ലോയി ആണെങ്കിലും ബൈ പാഷൻ ഒരു ഡിസൈനറാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് ഓരോന്ന് കാണുമ്പോഴും ഭയങ്കര കൗതുകമായിരുന്നു. നമുക്ക് പറഞ്ഞു തരാനും അത് ആസ്വദിക്കാനൊക്കെ. കാലങ്ങളിൽ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബി ആ ഖുറാനായത്തുകളൊക്കെ വായിച്ചിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ മീനിങ്സ് ഒക്കെ പറഞ്ഞു തരായിരുന്നു. എയർ പൊല്യൂഷൻ കാരണം താജ്മഹലിൻ്റെ ആ പ്യോർ വൈറ്റ് കളറൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അബി താജ്മഹൽ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇപ്പോഴും പടങ്ങൾ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നത് നേരിട്ട് കണ്ടപ്പോൾ വല്ലാത്ത ഒരു ഇവിടെ 2 പേര് ചൂടെടുത്ത് ഫാനുണ്ടല്ലോ ഞങ്ങളുടെ കയ്യില് അല്ലേ? എന്തായാലും നമ്മുടെ ഒന്നാമത് ലോകാത്ഭുതങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ട് നമ്മളത് കാണാൻ ഒരു തവണയെങ്കിലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എങ്ങനെയെങ്കിലും അല്ലേ, പറ്റുന്നവരൊക്കെ. താജ്മഹലിന്റെ സറൗണ്ടിങ്സ് ആണോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ താജ്മഹൽ കണ്ട് നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ടൈമാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഓൾറെഡി സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ. നമ്മളൊന്ന് ഫ്രഷ് ആയിരുന്നു. നല്ല ചൂടെടുക്കുന്ന ഡ്രസ്സാണ് ഇട്ടിരുന്നത്. രാവിലത്തെ ചായയും ബിസ്ക്കറ്റിലുമാണ് നമ്മൾ ഇതുവരെ നിൽക്കുന്നത്. അപ്പം നല്ല ഫുഡ് കഴിക്കാൻ നോക്കാം. കൊച്ചിക്കാരുടെ മലബാർ റെസ്റ്റോറൻറ്റ് ഫുള്ള് ഉറക്കായിരുന്നു. നല്ല ഉറപ്പിച്ചിരുന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ താജ്മഹൽ കണ്ടു. നേരെ അവിടെ ഡൽഹിക്ക് പോകും. അപ്പം അതാണ് ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ പ്ലാൻസ്. താജ്മഹൽ എല്ലാം റിലാക്സ്ഡ് ആയിട്ട് നമ്മളങ്ങനെ റഷ് ചെയ്യുന്നൊന്നുമില്ല. എന്നൊക്കെ രാവിലെ നമ്മൾ ആക്ച്വലി ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശദമായിട്ട് ഫുഡ് കഴിക്കണം അല്ലേ. ഡൽഹിയിൽ വന്നിട്ട് നമുക്ക് നല്ല സൂപ്പർ. ഞാൻ ഈ നോൺ വെജ് ഐറ്റംസിനേലും ഇതുപോലത്തെ വെജ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്കിത് കണ്ടപ്പോൾ തൃപ്തിയായി. നല്ല കേരള റൈസും കറിയും ഇതിൽ കൂടുതൽ പിന്നെ എന്ത് വേണം. സൂപ്പർ ഫുഡ് കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നല്ല
അങ്ങനെ വയറും മനസ്സും നിറഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ആഗ്ര ഫോർട്ടാണ് കേട്ടോ. നല്ല രസമല്ലേ ഇവരിങ്ങനെ ചിടക്കത്തോടു കൂടി ഒരുമിച്ച് പോകുന്ന കാണാൻ. ആഗ്ര ഫോർട്ട് അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ താജ്മഹൽ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പൊ ഇല്ല. പക്ഷെ നമുക്ക് നോക്കാം. ഒരു കാലം വരെ മുഗൾ എംപറേഴ്സിന്റെ റെസിഡൻസ് ആഗ്ര ഫോർട്ട് ആയിരുന്നു. അതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണാം. റെഡ് കളർ ആണ്. ആക്ച്വലി ഇത് ആഗ്രയിലെ റെഡ് ഫോർട്ട് ആണ്. പാപ്പാനെ പാർപ്പിച്ച സ്ഥലം ഇവിടെയാണ്. പുറത്തേക്ക് വിടാണ്ട് എല്ലാ സൗകര്യങ്ങളോടെ വീട്ടിൽ പാർപ്പിച്ചു. ഔറംഗസേബ് പാപ്പാനെ പാർപ്പിച്ചു. എന്നിട്ട് വീട്ടിലെ ജനൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ കാണുന്ന രീതിയിലാണ്. അതായത് ഔറംഗസേബിന്റെ വാപ്പയായ ഷാജഹാനെ ഈ ആഗ്ര ഫോർട്ടിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. എവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും താജ്മഹൽ കാണാൻ പറ്റുന്ന രീതിക്കാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി പുള്ളിനെ പാർപ്പിച്ചിരുന്നത്. ആരെയും ഷാജഹാനെ, ഔറംഗസേബ്. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു മോണുമെന്റ് കാണുമ്പോഴും അതിന്റെ പിന്നിലുള്ള ഹിസ്റ്ററി അറിയാമെങ്കിൽ കുറച്ച് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെയും ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ വെയിറ്റ് ചെയ്യാണ്. ഇവിടെയും അകത്തേക്ക് ട്രൈപോഡ്സോ സെൽഫി സ്റ്റിക്സോ ഇതൊന്നും കേട്ടില്ല കേട്ടോ. ഗ്രിപ്പ് കിട്ടാനാണോ? ഇത് ഈ ഇതിൻ്റെയാണോന്ന് അറിയില്ല. ഏതൊരു സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ അറ്റത്ത് നിന്ന് പറയുന്നത് കേൾക്കാൻ പറ്റുന്നൊക്കെ ഇതൊരു വീഡിയോ. ഞാനീ പറയുന്നത് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു റീൽ കണ്ടതാ. ഒരു കോർണറിൽ നിന്ന് നമ്മൾ സംസാരിച്ച വേറൊരു കോർണറിൽ നിന്ന് നല്ല മൈക്കിലൊക്കെ കേൾക്കുന്ന അത്രയും നല്ലൊരു സൗണ്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളത്. കോൺഫിഡൻസ് നോക്കിയടാ, എന്ത് ക്യൂട്ടല്ലേ, കാലെത്തിച്ച് നോക്കി നിൽക്കും. നോക്ക, കേൾക്കാൻ നോക്കട്ടെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. കണ്ടിരുന്നു, പക്ഷെ ഞാനിപ്പോ എനിക്ക് കാര്യമായിട്ട് മനസ്സിലായില്ല. ഈ ഒരു കോർണറിൽ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചോ പാട്ട് പാടും എന്തോ ആയിക്കോട്ടെ, അവിടെ ഈ അറ്റത്തൊരു കോർണർ. ഞാൻ പറഞ്ഞപ്പോൾ കോർണേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടോ. ഇല്ലേ, ഈ കോർണർ കണ്ടോ, അവിടെ നമ്മൾ നല്ല എക്കോ മൈക്കിലൊക്കെ കേൾക്കുന്ന പോലെ കേൾക്കും. മൈക്കിൽ പാടുന്നതിനേക്കാളും ഇമ്പമായിട്ട് കേൾക്കണം. ഇപ്പൊ ഒരു സാധനം ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ ദൂരേക്ക് പോകുമ്പോ ആ സാധനം അകന്ന് പോകും. എവിടെ എവിടെ ബാക്കിലോട്ടോ അതൊന്നിങ്ങനെ വലുതായി വരുന്ന പോലെ കിട്ടില്ലേ? ആഗ്ര ഫോർട്ടിൻ്റെ താജ്മഹൽ കാണുന്നൊരു വ്യൂ ആണ്. അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല. ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഏത് കോർണറിൽ നിന്ന് നോക്കിയാലും നമുക്ക് താജ്മഹലിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടും. എന്താ ഡയമണ്ട് പതിച്ചിരുന്നു. ഫോണിൽ എന്ത് കാണാം? താജ്മഹൽ കാണാം ഫോണിൽ. അപ്പം മുമ്പ് ഡയമണ്ട് ആയിരിക്കുമ്പോൾ ആ സൈഡിൽ മൊത്തം താജ്മഹലിൻ്റെ ആ ഒരു വ്യൂ കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അബി ഇപ്പോൾ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. രസമില്ല. ചെറുപ്പം മുതലേ അബി നമ്മളെ ജനറൽ നോളജ് GK ക്വിസിനൊക്കെ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. എനിക്ക് എന്തെങ്കിലും ഒരു പൊതുകാര്യങ്ങളിൽ ഒരു നിലപാടോ വിവരമോ ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എൻ്റെ അബിയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ അബീൻ്റെ ഒപ്പീനിയൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അബി എൻജോയ് ചെയ്യുന്നത് കാണാനും അബീൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാനും എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് താജ്മഹലാണോ ആഗ്ര ഫോർട്ടാണോ അബിനെ വിസ്മയിപ്പിച്ചത്? രണ്ടും ഒരുപോലെ വിസ്മയകരമാണ്. രണ്ടിനും രണ്ടിൻ്റെതായ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടിനും അതിൻ്റെതായ അത്ഭുതങ്ങളുണ്ട്.
പണ്ടത്തെ പ്രസന്റ് ഏരിയ കാണാൻ പോവാണ്. ഇതായി കാണുന്നതാണ് കേട്ടോ പ്രസന്റ് ഏരിയ. ഉമ്മ കാര്യമായിട്ട് എന്തൊക്കെയോ ഇരുന്ന് ഉള്ളിൽ കൂടെ നോക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും, വലിയൊരു ഏരിയ ഉണ്ട്. പക്ഷെ ഫോണിൽ നമുക്കത് പ്രോപ്പർലി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ കുഴഞ്ഞു. രാവിലെ മുതൽ നടത്തം തുടങ്ങിയതാണ്. പക്ഷെ കണ്ടിട്ടും മതിയാവാത്തത്ര രസമുള്ള കാഴ്ചകളാണ്. നമ്മളിപ്പോൾ പോകുന്ന ഏരിയ ആണ് ദീവാനയാം. അതായത് നമ്മളുടെ രാജാവ്, അന്നത്തെ രാജാക്കന്മാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഈ കാണുന്ന ഏരിയയില്ലേ, അവിടെയാണ് രാജാക്കന്മാർ ഇരുന്നിരുന്നത്. രാജാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഇരുന്നിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ആഗ്ര ഫോർട്ട് നമ്മൾ കണ്ടു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബസ്സിലാണ് ഇനി ഡൽഹിക്ക് പോകുന്നത്. ഡൽഹിയിലാണ് ഇനി ബാക്കിയുള്ള നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻസ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ മൊത്തം കണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഉള്ള ടൈമിൽ നമ്മൾ മാക്സിമം നമ്മൾ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ കണ്ടു, പഠിച്ചു, അറിഞ്ഞു. കുറേ പുതിയ കാര്യങ്ങളൊക്കെ കാണാനും. കണ്ടിട്ടില്ലല്ലോ. ആക്ച്വലി കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. നല്ല ഇടക്കിടക്ക് നല്ല കാറ്റ് വരുന്നുണ്ടല്ലേ. അപ്പയാ നമ്മൾ താജ്മഹൽ കണ്ടു, ആഗ്ര ഫോർട്ട് കണ്ടു. നമ്മൾ 4:30 ഒക്കെ ആയപ്പോഴേക്കും ബസ് കയറി. ഇൻഷാല്ലാ ഒരു 9:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഡൽഹി എത്തും. താജ്മഹലിൻ്റെ അടുത്തുള്ള ഒരു റോയൽ വെഡ്ഡിങ് ഹാളാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ ടൈം ആയപ്പോഴേക്കും കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രോപ്പർലി ഒന്ന് ഉറക്കം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ രാവിലെ തുടങ്ങിയ നടത്തല്ലേ, അത് നല്ല വെയിലത്ത്. നമ്മൾ നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ ചെറുതായിട്ടൊരു ചായയും എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ്. സോ നാളത്തെ നമ്മളുടെ ഡെസ്റ്റിനേഷൻസ് കുത്തുബ് മിനാർ ഉണ്ട്, റെഡ് ഫോർട്ട്, ഇന്ത്യ ഗേറ്റ് ആൻഡ് ദെൻ ജമാ മസ്ജിദ്. അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹോട്ടലിലെ അവസ്ഥ. ഓക്കെ, നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ലോങ് ട്രിപ്പിലെ ഫസ്റ്റ് ഇവിടെ കഴിയാണ്. ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു കേട്ടോ നമ്മുടെ ലൈഫിൽ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ചിൽ ദെൻ അസ്സലാമു അലൈക്കും.